എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നലെ ഞങ്ങള് ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ താരം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ സുതപ്പനൊക്കെ ആകെ വണ്ടടിച്ചു പോയിട്ട് എന്താന്ന് വെച്ചാ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരു 10 മണി നമ്മൾ 9:30 ആവുമ്പോ ഇന്നും വീഡിയോ കോൾ ചെയ്യണ പോലെ ഞാൻ വീഡിയോ കോളൊക്കെ ചെയ്ത് നമ്മുടെ വേദപ്പനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ണൻ വന്നത്. അപ്പൊ ഞാൻ എപ്പോഴും ഇങ്ങോട്ട് വരാനായിട്ട് വിളിക്കാറുണ്ട് കേട്ടാ. പക്ഷെ എന്തെങ്കിലുമൊക്കെ സൗകര്യം കാരണം അങ്ങനെ വരാൻ പറ്റാറില്ല. അപ്പൊ കണ്ണൻ പറഞ്ഞു ഇതേ ഇന്ന് നോക്കട്ടെടി പറ്റുകയാണെങ്കിൽ വരാം. ഞാൻ പറഞ്ഞു വാടാന്ന് പറഞ്ഞ് വിളിച്ചപ്പോ നോക്കട്ടെ എന്ന് പറഞ്ഞു. വേറെ പ്രത്യേകിച്ച് തടസ്സങ്ങളൊന്നും ഇല്ലാതെ നോക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ പെട്ടെന്ന് അവര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഉള്ള ആ ഒരു അടിപൊളി ഒരു സർപ്രൈസ് ആയിരുന്നു നമ്മുടെ സുതപ്പന്. ഞാൻ ചേട്ടൻ സത്യത്തിൽ വിചാരിച്ചത് ഒരു 3:30 ആയി അവര് വരൂല. വിളിച്ച് ഫോൺ ചെയ്തപ്പോഴും അവർ എടുക്കണില്ല. പിന്നെ അവർ വരൂല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് കളി കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കൊക്കെ ആണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ ഇരിക്കുമ്പോഴാണ് അവരുടെ നമ്മുടെ വീട്ടിലോട്ട് വന്നത്. പിന്നെ നമ്മുടെ വീടിന്റെ മേക്ക് ഓവർ കഴിഞ്ഞിട്ട് അതും കൂടി കാണാനായിട്ടാണ് അവർ മേക്ക് ഓവർ കഴിയട്ടെ എന്ന് കരുതിയാണ് അവർ ഇരുന്നേന്ന്. ഞാൻ വിചാരിച്ച് എന്താണ് വരാത്തെന്ന് വിചാരിച്ച്. പക്ഷെ ഇതും കൂടി കഴിഞ്ഞിട്ട് വരാനിരുന്നതാണ്. അപ്പൊ അവര് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങൾ ആദ്യം ഇൻട്രോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, നമ്മള് പ്രതീക്ഷിച്ചില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതെ അതൊക്കെ ആദ്യം പോയിട്ട് ഒന്ന് കണ്ടിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേട്ടാ. അപ്പൊ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലാ. അപ്പൊ വാ കാണാം. ഇതെവിടെയാണ് വന്നേക്കണ? ഞങ്ങളെ വെൽക്കം മൈത്രമനൊന്ന് വായന കാണിച്ചിട്ട് ഞങ്ങൾ സർപ്രൈസ് കൊടുത്തിട്ട് ഇങ്ങോട്ട് വരാം. ഇതെവിടെയാണ് വന്നേക്കണ? ഞാനിവിടെ മുത്തെവിടെ? എന്താണ് രണ്ടിടത്തുനിന്ന് ക്യാമറകൾ മൊത്തം വീട് മാറിയിട്ടാ അതൊക്കെ വിശദീകരിച്ച് പിന്നെ കാണിച്ചാൽ. അതെ ഇത് എപ്പോഴും കടക്കര മാത്രം ഉള്ളതിനെ കാണുന്നത്. ഇപ്പൊ ഇതെന്താണ് ഈ വീട്ടിൽ വന്നേക്കണത്? അങ്ങനെയല്ലേ? സുഖല്ലേ? സുഖല്ലേ? പുതിയത് അതൊരു പശടമാണ്. സുധു വരുമ്പോ ഭയങ്കര സർപ്രൈസ് അറിയില്ലല്ലോ. കൂട്ടിമുട്ടി അങ്ങനെ ദേ ചാച്ചനും മോനും കൂടി പിന്നെ കുറേ സമയം കുശലം പറയലും. സുനിച്ചേട്ടനാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് ഇടയ്ക്കിരുന്നിട്ട് ആളിങ്ങനെ അധികം സമയം എടുത്തുകൊണ്ട് നടന്നിട്ടില്ല ചേട്ടൻ. അതിൻ്റെ ഒരു സന്തോഷം ചേട്ടനിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വേഗം തന്നെ പോയി ചായയൊക്കെ വെച്ച്, കണ്ണനാണെങ്കിൽ അപ്പം തന്നെ പോയിട്ട് അവന് വണ്ടിയുടെ അടുത്ത് പോകാനുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയി. പിന്നെ അതേ അവർ വന്നപ്പോൾ കുറച്ച് സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളതെല്ലാവരും കൂടിയൊക്കെ ഇരുന്ന് അങ്ങോട്ട് കഴിച്ചിട്ടുണ്ട്. സുതപ്പൻ ഇനി വന്നം. പിന്നെ ഞാൻ വേദുമായിട്ട് കുറേ സമയം ഇങ്ങനെ കളിക്കലും ചിരിക്കലൊക്കെ ഇരുന്നിട്ട് അപ്പോൾ വേദു ഇങ്ങനെ ഫോണൊക്കെ എടുത്തപ്പോഴേക്കും നോക്കണേണ് ഞാനി എന്റെ വീഡിയോ എടുക്കുകയാണോ എന്നൊക്കെ നോക്കി. മൂത്ത മോൻ വന്നാ മൂത്തമ്മനെ കാണുന്നില്ല, ഞാനൊരു വീഡിയോ എടുത്തു. അപ്പൊ നമ്മുടെ സുതപ്പൻ വന്നിട്ടുണ്ട് കേട്ടോ. സുതപ്പന് പരീക്ഷയൊക്കെ കഴിഞ്ഞ് വന്നേക്കണേണ്. അപ്പൊ സുധു ഞാനാണെങ്കിൽ നിങ്ങൾ നേരത്തെ കണ്ട മുന്നത്തെ വീഡിയോയില് നമ്മുടെ കബോർഡ് കാര്യങ്ങളൊന്നും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയില് തുഞ്ചേട്ട് വന്ന് നിൽക്കണ്ട അവിടെ. അപ്പൊ എന്താണ് ഇവിടെ സംഭവിക്കണം? എന്താണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കണല്ലേ സുധു? പരീക്ഷയൊക്കെ ചോദിക്കാൻ പാടില്ല, എന്നോട് ചോദിക്കരുതെന്നാണ് പരീക്ഷയുടെ കാര്യം പറഞ്ഞേക്കണത്. പിന്നെ ഇവിടെ സുതപ്പന് വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്താണ് ഗസ് ചെയ്യാമോ? ഗസ് എന്തായിരിക്കും അമ്മ സുധുവിന് വേണ്ടിയിട്ട്? സുധുവിന് ഭയങ്കര ഹാപ്പിയുള്ള ഒരു സർപ്രൈസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എന്തെന്നാ എന്നാലും എന്തെങ്കിലും ഒന്ന് ഗസ് ചെയ്യാം. പിന്നാലല്ല, സുധുവിന് ഇഷ്ടപ്പെട്ട ഒരു സർപ്രൈസ് ആണ്. കണ്ണടച്ചിട്ട് എന്റെ കൂടെ വാട്ടാ. ഞങ്ങള് ചെറുതായിട്ടൊന്ന് കുളിക്കണേ പെട്ടെന്ന് സുധുവിന് ഇഷ്ടപ്പെട്ട സാധനം എന്നാ പറഞ്ഞത്. സോറി ട്ടാ. ചേട്ട വന്നല്ലോ മോനിന്റെ കുഞ്ഞാബി. ചേട്ട വന്നേ
സുതപ്പ ഭയങ്കര ഷോക്കായെങ്കിലും ചേട്ടൻ ഇവിടുത്തെ അനിയൻ ഇവിടുത്തെ ആളായി മാറിക്കഴിഞ്ഞു എന്നുള്ള മട്ടിലാണ്. ഇത് എന്താണ് ചേട്ടൻ ഇവിടെ ഇത് എന്റെ വീടാണ്, എന്താ നീ വന്നേക്കണ ഇങ്ങോട്ട് വന്നേക്കണേണ. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കളിപ്പാട്ടാണ് കൈ കിട്ടിയേക്കണതേ, തുണി. അപ്പൊ ഇനി വാവ റെഡി ആയിട്ട് ചേട്ടനും പോയിട്ട് കുളിച്ചിട്ടൊക്കെ വാട്ടാ. എന്താ ചായ വിചാരിച്ച വാതിലടച്ച് കാത്തിരിക്കണെന്ന് ഞങ്ങള്. ഇപ്പൊ വരും ഓർത്ത് നോക്കിക്കാണ്. എന്താണ് വിശേഷം? അപ്പൊ ഓക്കെ, പോയി കുളിച്ചിട്ട് വാട്ടാ. നമ്മുടെ സുതപ്പൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ട് പോയിട്ടുണ്ട്. അപ്പൊ ആളിതേ കുളിച്ചിട്ടൊക്കെ ഇപ്പൊ വരും. അപ്പോഴേക്കും ശ്രുതി വാവനൊന്ന് ഉറക്കാൻ വേണ്ടി പോണേണ്. ആൾക്ക് നന്നായിട്ട് ഉറക്കം വന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ഉറക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിനി ശ്രുതിക്ക് കൊടുക്കാം ഒരു ചെറിയൊരു ഗിഫ്റ്റ് അല്ല, അവൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് ഞാനിന്ന് റെഡിയാക്കാൻ പോണത്. ഇത്രയും നേരമായിട്ട് ഞാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം സുനിച്ചേട്ടൻ വണ്ടിയില്ല, നമ്മുടെ സുനിച്ചേട്ടൻ്റെ വണ്ടി ഒന്ന് വർക്ക്ഷോപ്പിൽ കയറ്റിയേക്കണേണ്. അപ്പം എൻ്റെ വണ്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം ചേട്ടൻ തന്നെ പോയി കടയിൽ പോയി വരുന്ന കാരണം വണ്ടി എത്ര കണ്ടീഷൻ അല്ലാത്തതുകൊണ്ട് ചേട്ടൻ ഇപ്പോൾ പോയിട്ടാണ് കടയിൽ പോയി നമ്മൾ സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വന്നത്. ഇവർ വന്നപ്പോൾ തന്നെ ഒരു 4 മണിയൊക്കെ ആയിട്ടാ. പിന്നെ വർത്താനവും പറഞ്ഞ് ഇത്രയും നേരമായി. അപ്പം ഇനി ചടപടയുന്ന 1 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് വേഗം തന്നെ ഞാൻ ചെയ്യാൻ പോണത് ഫ്രൈഡ് റൈസ് ആണ്. ശ്രുതിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫ്രൈഡ് റൈസ്. അപ്പോൾ ഫ്രൈഡ് റൈസും ചിക്കൻ കൊണ്ടാട്ടം എല്ലാവർക്കും ഇഷ്ടമാണ്, അമ്മക്കും കണ്ണനും എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ അതും കൂടിയാണ് ഞാനിന്ന് ചെയ്യാൻ പോണം. സുനിച്ചേട്ടന് വേണ്ടിയിട്ട് ഫ്രൈഡ് റൈസ് നമ്മൾ എഗ് ഇടാതെ തന്നെ ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ആയിട്ട് മാറ്റാം. പിന്നെ പനീറും കൂടി ചെയ്യാമെന്ന് കരുതിയിട്ടുണ്ട്. അപ്പോൾ 1 മണിക്കൂർ കൊണ്ട് നമുക്ക് ചടപടയുന്ന നമ്മുടെ പരിപാടിയാക്കണം. അപ്പോൾ ഞാൻ ചോറ് നമ്മുടെ ഫ്രൈഡ് റൈസിനുള്ള റൈസ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് പെട്ടെന്ന് തന്നെ ചടപടയെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കണം. അമ്മയാണെങ്കിൽ എത്തിയിട്ടില്ല കേട്ടോ. അമ്മക്ക് ഇന്ന് പ്രാക്ടീസും കൂടി ഉണ്ട്. അപ്പോൾ ജസ്റ്റ് അമ്മ ഒന്ന് വീട് വരെ കയറിയിട്ട് നമ്മുടെ വീട്ടിൽ വെച്ചാലുള്ള പ്രാക്ടീസ്. അപ്പോൾ വീട് വരെ കയറിയിട്ട് വരുള്ളൂ അമ്മ. കണ്ണന് രാത്രിയാകുമ്പോൾ എത്തുമ്പോൾ എന്തായാലും കഴിക്കണ നേരമൊക്കെ ഒത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും. എന്നാലും നമ്മുടെ അടുക്കളയിലെ പണി കഴിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ വീണ്ടും കുറേ സമയം വർത്താനം പറയാം. ഇതേ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടത്തിനും നമ്മുടെ ഫ്രൈഡ് റൈസിനും വേണ്ടിയിട്ടുള്ള സാമഗ്രികളെല്ലാം അരിഞ്ഞ് ഞങ്ങൾ റെഡിയാക്കാമെന്ന് കരുതി. അപ്പോൾ എല്ലാവരും അരിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുക്ക് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എനിക്ക് ക്യാരറ്റും ബീൻസും കൂടി എടുക്കാനുണ്ട്. അത് ഞാൻ മറന്നുപോയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇങ്ങനെ എടുക്കണ ആരും വിട്ടുപോയി. ഇത്രയും മാത്രമേ പെട്ടെന്ന് ഓർത്തുള്ളൂ. ഇനി ചടയിൽ നിന്ന് കഴിക്കണം എന്നുള്ള ഒരു ഇതായതുകൊണ്ട് തന്നെ വേഗം തന്നെ ഇനി സെറ്റാക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് കാണാം. അങ്ങനെ ഞങ്ങളുടെ അടുക്കളയിലെ ജോലി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മയും കണ്ണനും എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരോടെല്ലാവരോടും കുറേ നേരം വർത്താനം വിശേഷങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെറുക്കനാണെങ്കിൽ ഇതേ കിടന്ന് നല്ല കളിയായിരുന്നു കേട്ടോ. സുധുവിൻ്റെ മടിയിലെ വേദുവിനെ മേത്ത് വെച്ച് കിടക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് കേട്ടോ. കാരണം എനിക്ക് എൻ്റെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു കേട്ടോ എനിക്ക്. അതൊക്കെ കഴിഞ്ഞിപ്പോൾ ഞങ്ങൾ കുറേ നേരം കളിക്കലും ചിരിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഭക്ഷണം എടുത്തിട്ടാ. അപ്പം നമുക്ക് ഈ ഭക്ഷണം കഴിക്കൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാനായിട്ട് ഇപ്പോൾ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാൻ വേഗം തന്നെ ഫ്രൈഡ് റൈസും നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം ഒക്കെ എടുത്ത് ഹാളിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ പ്ലേറ്റിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. സുനിച്ചേട്ടൻ്റെയും എടുത്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് വേഗം തന്നെ അപ്പം അമ്മ പറഞ്ഞ് ശ്രുതിയോട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ അമ്മയും ശ്രുതിയും സുതപ്പനും കൂടി ആയിട്ടാണ് കഴിക്കാൻ പോകുന്നതിൽ. അപ്പോൾ അതേ നമ്മൾ സുനിച്ചേട്ടന് വേണ്ടിയിട്ട് പനീർ കറിയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പനീർ കറിയും എല്ലാം സെറ്റാക്കി എടുത്ത് നമ്മൾ ഹാളിൽ കുറേ നാളുകൾക്ക് ശേഷമായിട്ട് നമ്മൾ ഹാളിൽ ഇങ്ങനെ കരുന്ന് കഴിക്കുന്നത്. കുറേ നാളായി. ഇപ്പം നമ്മൾ കുഞ്ഞാവ് വന്നേക്ക് ഒത്തിരി മുന്നേ തുടങ്ങി ഇപ്പം നമ്മൾ കടക്കരയിലോട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കലൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ ബാക്ക് ടു നമ്മളിനി അതൊക്കെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്തേക്കാണെന്നൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ എൻ്റെ കയ്യിൽ വേദൂട്ടനുണ്ട്. അങ്ങനെ പിന്നെ ദേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും ആളിടയാൻ തുടങ്ങി. പിന്നെ ശ്രുതി ആളെ ഉറക്കാനൊക്കെ കൊണ്ടുപോയതിന് ശേഷം വേഗം തന്നെ ഞാനും കണ്ണനും എല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ ദേ നമ്മുടെ ഇന്നത്തെ കൊച്ചു വീഡിയോ വളരെ സന്തോഷം നിറഞ്ഞ ഒരു അടിപൊളി വീഡിയോ ആയിരുന്നല്ലോ അല്ലേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാന്ന് പറയണേ. അപ്പം നമുക്കിനി വേദുവായിട്ടുള്ള അടുത്ത വീഡിയോസൊക്കെ നമുക്ക് പുറകെ കാണാട്ടോ.